every morning. It's like a picture that you've painted for me, a love letter in the sky. Story, I could have had a really different story, but you came down from heaven to restore me, forever save my life. Nobody loves me like you love me, Jesus. I stand in awe of your amazing ways. I worship you as long as I am breathing. God, you are faithful and true. Nobody loves me like you. Mountains, you're breaking down the weight of all my mountains. Even when it feels like I'm surrounded, you never leave my side. Oh, nobody loves me like you love me, Jesus. I stand in awe of your amazing ways. I worship you as long as I am breathing. God, you are faithful and true. Nobody loves me like you. Oh, what a song to sing. Oh, what a song to sing. Oh, what a song to sing. Oh, what a song. My heart keeps singing. Oh, what a song to sing. Oh, what a song to sing. I'll never stop. Oh, what a song to sing. Jesus, you love me, and I love you, God. Nobody loves me like you love me, Jesus. അന്ത്യം വരെ കാവൽ ചെയ്തിടുവാനന്ദി കേരുള്ള മകൻ ശക്തി നീയെ ദേവാന്തി കേരുള്ള മകൻ ശക്തി നീയെ എന്നോടുള്ള നിൻ സർവനൽ ചെയ്യേണ്ടു നിനക്കേ ശുഭര ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേ ശുഭര പിതാവിനും പുത്രനും പരിശുദ്ധരുമായും സ്തുതി. എന്മനമേ ഗോവെ വാഴ്ത്തി എൻ്റെ സർവാന്തരമുഖ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ ഗോവെ വാഴ്ത്തുവാൻ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ ദിനത്തോട് ഞങ്ങൾ സമീപിച്ചിരിക്കുന്നത് ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ സമയം വരെയും കർത്താവിൻ്റെ കരുണയെ ഞങ്ങളെ പൊതുവായിട്ട് സ്തോത്രം. പിതാവേ, ഞങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ലഭിച്ചില്ലെങ്കിലും അർഹിക്കാത്ത കരുണകളാൽ ഞങ്ങളെ നീ അവിടെ നടത്തിയത്. പ്രത്യേകിച്ചും ഈ പ്രിയപ്പെട്ട ഭവനത്തെ ഓർ പ്രാർത്ഥിക്കുന്നു, പ്രിയപ്പെട്ട വ്യഞ്ജന കുടുംബത്തെ ഓർ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളുടെ ജീവിതയാത്രയിൽ ഇതവരെ നീ കൂടെ ഇരുന്നല്ലോ. പ്രത്യേകിച്ചും ഈ ലോകത്തിൽ കുടുംബജീവിതം നയിക്കുവാൻ, അതിലുപരി മകനെ വളർത്തുവാൻ, അവൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളും വളർച്ചയിലും ജോലി രംഗങ്ങളിലും ഒക്കെയും ദൈവകൃപ കൂടെ ഇരുന്നുണ്ട്. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ
ഉദരത്തിൽ ജീവന്റെ സ്പർശനമേറ്റ നാൾ മുതൽ കർത്താവിന് കരുണയിലവിടുന്ന് പൊതിഞ്ഞല്ലോ. നിന്റെ മകനെ ഇപ്പോൾ കർത്താവെ ഒരു തക്ക തുണ ആവശ്യമാകുമെന്ന് കർത്താവിനെ ബോധ്യപ്പെട്ടപ്പോൾ നീ അവിടുന്ന് വിശുദ്ധ വിവാഹത്തിലൂടെ നിന്റെ മക്കളെ കൂട്ടിച്ചേർക്കുന്ന കൃപയ്ക്കാണ് നിന്നോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട മകളെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇരുവരും ചേർന്ന് ആരംഭിക്കുന്ന കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹത്തിന് നന്മയ്ക്കുമായി ഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവറി കുരിശിൽ കണ്ട ആ സമർപ്പണവും വ്യവസ്ഥ കൂടാതെ സ്നേഹവും ഒക്കെയും നിന്റെ മക്കളുടെ ജീവിതത്തിൽ വിളങ്ങുവാനായിട്ട് അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ചുറ്റും ധാരാളം പ്രക്ഷുബ്ധതകളുള്ള ലോകമാണല്ലോ. പൊട്ടിപ്പൊട്ടിപ്പോകുന്ന ബന്ധങ്ങളൊക്കെ ഉള്ള ഈ ലോകത്തിൽ ഇടപിരിയാതെ കർത്താവോട് ചേർന്ന് ജീവിതം വരെയും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിന്റെ മക്കളെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നയിക്കണമേ, തിരുരക്തത്താൽ മുതിരിട്ട് കാക്കണമെന്ന് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുമെന്ന നിയോഗത്തിനായിട്ട് തന്നെ അവിടെ സ്തോത്രം ചെയ്യും. കർത്താവിൽ നടക്കുന്ന വിവാഹ ശുശ്രൂഷ ദൈവത്തോടു കൂടിയിരിക്കണം. പ്രത്യേകിച്ച് കർത്താവ് വരാനുള്ള എല്ലാ മക്കളെയും നീ അവിടുന്ന് കൂട്ടിവെക്കുന്ന യാത്രകളേക്ക് വാഴ്ത്തണമേ. ആപത്തുനിന്നും അനർത്ഥങ്ങൾ വിടിയിരിക്കണം. ഇന്നത്തെ റിസപ്ഷൻ കർത്താവിൻ്റെ കരുണ കൂടിയിരിക്കണം. എല്ലാം ചന്തമായി ഉചിതമായി പര്യവസാനിച്ചു, യഹോവയാൽ സംഭവിച്ചു. ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു പറഞ്ഞു കേൾക്കുവാനാണ് അവിടെ ഇടയാക്കണം. നിങ്ങളുടെ തലമുറയ്ക്ക് ഞങ്ങളെല്ലാം നീ വാഴ്ത്തണമേ. ഞങ്ങളുടെ ദേവാലയത്തിലേക്ക് ഞങ്ങൾ ഇപ്പോൾ ശുശ്രൂഷിക്കാതെ പോകുന്നല്ലോ. കർത്താവിനെ കൃപ കൂടിയിരുന്ന യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായിരിക്കും ദൈവത്തിന്റെ കരുണ കൂടിയിരുന്നു. എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും വാഴുകളാലും നിറച്ച് വഴി നടത്തുമാറാകട്ടെ. കർത്താവിന്റെ കരുണ കൂടിയിരുന്ന് സഹായിച്ച് ദൈവത്തിന്റെ പരിശുദ്ധനെയും കൂട്ടായ കുടുംബങ്ങളുടെ ജീവിതാനുഭവങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുമാറാകട്ടെ. Don't get
ആകാശവും ഭൂമിയിൽ നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിങ്ങളോട് ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപങ്ങളോട് ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. പാലിക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം പോലും ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ തരണമേ. ഞങ്ങളുടെ ശിക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ പരീക്ഷിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യശക്തിയുമാകുന്നു ദൈവമായ കർത്താവേ, നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ ഞങ്ങളുടെ സന്തോഷങ്ങളെ അനുഭവത്തിന് പരിപൂർത്തി ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നെ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞുപോകി നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടി പരിപൂർണ്ണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടി മാതൃകം നിന്നെ പ്രസാദിപ്പിച്ചുള്ള സകല പരിശുദ്ധന്മാരോടുകൂടെ മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സരുടെ സംഘങ്ങളിൽ ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധവുമായ ദൈവമേ, സ്തോത്രം നിനക്ക് ഞങ്ങൾ കരയിക്കും. ഓശോ സ്തോത്രം തിരുമുൻപിൽ കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. പക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. വാനോഭൂവാസികൾ വന്നേച്ചാഘോഷിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗ്ഗത്തെ ഭൂമിയെ ഉയരത്തെ വാനത്തെ സമാധാന
ഏർപ്പെടുത്തിയ നിന്റെ സമാധാനം ഇപ്പോൾ അന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധവുമായ ദൈവമേ, ഇവർ നിങ്ങളെ ആയിക്കാലോക്കുകയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണായിക്കും ഉണ്ടായിരിക്കുവാനാകണമേ. നിഷ്കളങ്കമാൽ ചില മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കി നിശ്ചയിക്കപ്പെട്ടവനായി തിരികെ വിശാലികളുടെ അടിമയിൽ നിന്ന് അതിനെ വീണ്ടെടുക്കി സകല കടകളിൽ നിന്നും പാപം അതിനെ സ്വതന്ത്രപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയമളവാളനായിരിക്കുന്ന തമ്പുരാന് തന്റെ അടിയാറിന്റെ ഒരുപാട് ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തിൽ നമ്മുടെ ആയുസ്സില്ലാ ദിവസങ്ങളിൽ സ്തുതിയും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ദൈവികമായ അനുഗ്രഹങ്ങളും നന്മകളുടെ നദിയുമായ ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും ശ്രേഷ്ഠവും മരണത്തിൽ നിന്ന് നിത്യമായി ഉദ്ധരിക്കുന്നതുമായ വെളിപ്പെടുത്തുന്നു. മൂലത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷമായ ബോധപ്പെടുവാൻ വിവാഹിച്ചോടാൻ മോദത്താൽ പരിപൂർണ്ണമായി നിർവഹിച്ചുവാൻ നിയമിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്നു. ഈ മോദനങ്ങളെ നീ വാഴ്ത്തണം, ഈ മോദനങ്ങളെ നീ വാഴ്ത്തണം. ശാപമായതിനെ കാരണപൂർവ്വമായാൽ അനുഗ്രഹമാക്കി തരണമെന്നും എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, വിശുദ്ധ സഭയുടെ മോദനത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ മോദനങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രിയ നീ മണവാട്ടി ഞാൻ പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന മണവരയിലുള്ള ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രകാരം അനുകരിക്കണമേ. ഈരന്മാരും മാലാഖമാരുടെ സന്തോഷകരമായ സ്വർഗീയമണവരത്തിൽ ആനന്ദപൂർവ്വം ഇവരെ നേടിപ്പിക്കണമേ. കർത്താവേ, നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിലും വെറുപ്പുകളിലും പിഴകളിലും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും നിന്റെ രസനിർമ്മതി വരാതെ നിന്ന് നിന്നെ നിന്റെ പിതാവിനെയും വിശുദ്ധ ഉപായങ്ങളോട് ആസ്വദിക്കുകയും ചെയ്യണമേ. എന്റെ തുകയാലമായ അനുഗ്രഹങ്ങളെ വാഴ്ത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാർക്കായിക്കും സ്തുതി. സന്തോഷം പൂർണ്ണമാക്കുവാനായിട്ട് പിതാവിന്റെയും പുത്രന്റെയും ജീവൻ നാമത്തിൽ ഈ മോദനങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നിന്റെ വിവാഹ നിശ്ചയത്തിന് ലക്ഷ്യമായി മോതിരത്തോടുകൂടെ കൃപയും
തന്റെ കരുണയുടെ വാഴ്ത്തുന്ന ഭാവിക്കുമാറാകാം. നന്മകളും വാഴ്ചകളും നിറഞ്ഞിരിക്കുന്ന ഈ വരവേദനെ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോചനങ്ങളോടുള്ള സത്യവാഴുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കബന്ധം കൊണ്ട് അവരെ താൻ അലങ്കരിക്കട്ടെ. പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കി പ്രകാരനീതിയുടെ മോചനങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത അംഗീകരിക്കത്തക്ക അലങ്കാരങ്ങളാൽ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശുഷ്കാനുഷ്മങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്നു. പരിഭാവനയിൽ കൂടിയുള്ള മനസാക്ഷികളെയും കടത്തി കൊണ്ടുപോകുവാൻ ദൈവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന സൂയക്കാരുമായ മനുഷ്യരിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർബന്ധാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ ഇവരെ താൻ വിടുവിക്കട്ടെ. പ്രതാപന്റെ അടുക്കൽ നിന്ന് നന്മയുടെ കാലങ്ങളിൽ അനുഗ്രഹമായ ആണ്ടുകൾ ഇവർക്ക് നൽകട്ടെ. ദൈവമായ ശ്രേഷ്ഠ ബലഹീനനും പാപികളുമായ നേടിയരായ നിങ്ങളുടെ അപേക്ഷകളെ കേട്ട് വാഴ്വികളുടെ മക്കളെ സന്തോഷത്തിന്റെ കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്റെ ഉല്ലാസത്തെ വിശ്വാസം ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവർ തങ്ങളുടെ മക്കൾക്ക് അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്നവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. മണവാട്ടിയും കാത്തുകൊള്ളണം. പിതാവും പരിശുദ്ധരുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണം. ജനകൻ പക്കൽ നിന്നീ ഭാഗ്യം ഇതിനാലവനെ വന്ദിക്കുന്നേ. വിഗ്രഹഭക്തി ചുറ്റി ചെന്നേ. യോഗ്യത തന്നവരൻ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ഇട്ടു തന്നാൽ വീരലിന്മേ മണവാളൻ സൂര്യനോപ്പം വിശ്വാസികളെ കർത്താവിന്റെ പ്രയത്നങ്ങളുടെ കൂടി 30,000 60,000 100,000 നൽകട്ടെ. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ദാനം നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്നേഹം
രാപകൽ നിങ്ങളോടുകൂടെ തിന്മപ്പെട്ടവരിൽ നിന്നും അവന്റെ സൈനികളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയും കിരീടപ്പാടിന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കിരീടമായിട്ട് കുരിശ് മാലയാണ് വാഴ്ത്തുന്നത്. കുരിശാണ് മണവാളന്റെയും മണവാട്ടിയുടെയും തലയിൽ വാഴ്ത്തുന്നത്. കുരിശിന്റെ അർത്ഥതലങ്ങൾ, അതിൻ്റെ മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിട്ടുണ്ട്. അനുഗ്രഹീതമായ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ട മക്കൾ, അവരുടെ കുടുംബജീവിതം കുരിശിന്റെ അർത്ഥതലങ്ങളിൽ നിന്ന് ആഴമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാനായിട്ട് അവർക്ക് ഇടയായിട്ട് കുരിശ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില സത്യങ്ങൾ. ക്രോസ് എന്ന് പറയുന്നത് സിംബൽ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിന്റെ തിരുജന്മത്തിന്റെ പെരുന്നാളാണ് ക്രിസ്മസിൽ വരികയും ദൈവം മനുഷ്യനായി ലോകത്തിൽ വന്നു. ഈ ലോകത്തിന്റെ മാനവജാതിയുടെ രക്ഷയ്ക്കായിട്ട് ആവുന്നു കർത്താവ് ലോകത്തിലേക്ക്. കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കും. ക്രോസ് എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മെസ്സേജ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ വലിയ സന്ദേശം. രണ്ട് തലയിൽ കുരിശ് വാഴ്ത്തുന്നതിലൂടെ നമുക്കെല്ലാവർക്കും അറിയാൻ കുരിശ് സിംബൽ ഓഫ് ലവ്, സ്നേഹത്തിന്റെ മൂർധന്യഭാവം. എത്രമാത്രം നമ്മളെ കർത്താവ് സ്നേഹിച്ചു, സഭയെ സ്നേഹിച്ചു, മണവാളൻ മണവാട്ടിയാകുന്ന സഭയെ തന്റെ ജീവൻ നൽകി സ്നേഹിച്ചു. അവിടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിന്റെ കുരിശ് നമ്മളെ, ഈ പ്രിയപ്പെട്ട മക്കളെ ഓർമ്മപ്പെടുത്തുന്നത്, ജീവൻ നൽകി കർത്താവ് മണവാട്ടിയായ സഭയെ സ്നേഹിച്ചതുപോലെ, നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം ജീവൻ നൽകി സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകളായി തീരുവാൻ നിങ്ങൾക്ക് ഇടയായിട്ട്. മൂന്ന്, ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് സാക്രിഫൈസ്. ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫാമിലി ലൈഫ്, കുടുംബ ജീവിതം അതത്ര ലഘുവായിട്ടും ഈസിയായിട്ടും കാണേണ്ട ഒന്നല്ല. കുടുംബജീവിതം നയിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള. അവിടെ കുടുംബജീവിതത്തെ നമ്മൾ വില കുറച്ച് കാണരുത്, ഈസിയായിട്ട് കാണരുത്. വളരെ ഗൗരവത്തോടുകൂടെ കുടുംബജീവിതത്തെ കാണാനായിട്ട് സാധിക്കും. ത്യാഗോജ്ജലമായ ഒരു ജീവിതമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. മറ്റ് എങ്ങും ഇല്ലാത്ത അനുഭവം. പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന, ഒരാൾക്ക് വേണ്ടി ഒരാൾ പലപ്പോഴും ത്യാഗം ചെയ്യേണ്ടതായ അനുഭവങ്ങളാണ്. എങ്കിൽ മാത്രമേ നല്ല കുടുംബജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. കുരിശ് ഇതെല്ലാമാണ് നമ്മളെ ഓർമ്മ. കുരിശ് നമ്മളെ സാധനമായി ഓർമ്മിപ്പിക്കുന്നത് ഇറ്റ് ഈസ് എ മെസ്സേജ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ സുന്ദരമായ സ്വപ്നം കാണാൻ നമ്മളെ പ്രേരിപ്പിക്കും. നിങ്ങൾ പ്രിയപ്പെട്ടവർ, നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ സ്വപ്നം, നിങ്ങൾ പ്രത്യാശയുള്ളവരായി മറ്റുള്ളവരെ സ്വപ്നം കാണാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് ഇടയായി. കുടുംബത്തെ കുറിച്ച് അനുഗ്രഹീതമായ ദിവസം യുഗത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യാശയോടുകൂടെ രക്ഷയുടെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രത്യാശയുടെയും അനുഭവത്തിൽ ജീവിപ്പാൻ നമുക്ക്
ഇടയായിത്തീരണം. നിങ്ങൾക്ക് ഇടയായിട്ട് തീരണം. അതിന് ദൈവം തമ്പുരാൻ നിങ്ങളെ രണ്ടുപേരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഞാൻ വിശദമായി നിങ്ങൾക്കെല്ലാം അറിയാം, ഒത്തിരി സ്വാധീനങ്ങൾ പല രംഗങ്ങളിൽ നമുക്ക് അനുഭവിക്കും. അതുകൊണ്ട് ഇന്ന് ആധുനിക കുടുംബങ്ങൾ ഒത്തിരി ക്രൈസിസിലൂടെയാണ്. അപ്പം ഒത്തിരി കുടുംബങ്ങളിൽ നിന്ന് ചീട്ടുകൊട്ടാരം പോലെ സ്വപ്നങ്ങൾ തകർന്ന് ജീവിക്കുന്ന അനേകമാണ്. അപ്പൊ അവിടെയെല്ലാം നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നത് ദൈവകൃപയുടെ വലിയ അനുഭവം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഈ കുടുംബാനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ വാഴുന്ന കുരിശിന്റെ ആഴമായ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. വിവാഹ കുദാശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ഛന് ഇപ്പോൾ നിങ്ങളെ കുറച്ച് കഴിയുമ്പോൾ രണ്ട് കരങ്ങൾ കൂട്ടിപ്പിടിച്ചിട്ട് പറയും, നിങ്ങൾ ഇവിടെ പിടിച്ചോണ്ട് നിന്നോണം. അതിനുശേഷം അച്ഛനിവിടെ തിരിച്ചു വന്നിട്ട് എവൻഗേലിയോൻ എന്ന് പറയുന്നത് ഗോസ്പൽ, എവൻഗേലിയോൻ എന്ന് പറയുന്നത് ഗോസ്പൽ എന്ന് പറയുന്നത് ക്രൈസ്റ്റ്. അപ്പൊ നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഞങ്ങളാരുമല്ല, കർത്താവ് ക്രൈസ്റ്റ്. അത് ആ ബന്ധം നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യം വളർത്തിയെടുക്കുന്നതിന് ജീവിക്കുന്നതിന് നിങ്ങൾക്കിടയാണ്. അങ്ങനെ അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ ചേർന്ന് വരുന്നതുമായ നന്മകൾ നമുക്ക് നൽകും. ദൈവസന്നിധിയെ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായി രാവിലെയും വൈകിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഫാമിലി പ്രയർ നമ്മുടെ ജീവിതത്തിലുണ്ടായി. ലോകത്തിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കും. നയിക്കാൻ മാനേജ്, ജീവിക്കാൻ മാനേജ്, പക്ഷേ പലപ്പോഴും സാധിക്കും. എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. ദൈവത്തിന്റെ കൃപ ഇല്ലാതെ അത് നിങ്ങളുടെ കുടുംബം നമ്മളായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ദൈവത്തോടുള്ള നല്ല ജീവിതമാണ് കുടുംബജീവിതം നയിക്കുവാൻ ദൈവം തമ്പുരാനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും ഇവിടെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് എല്ലാ പ്രാർത്ഥന ആശംസകളും ഈ ദിവസത്തിൽ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കും. ഒരു നിമിഷം നമുക്ക് ഇവിടെ പ്രിയപ്പെട്ട അനുഗ്രഹത്തെ സ്വീകരിക്കും. അവരുടെ കുടുംബജീവിതം നന്യമായി ശാന്തമായ മൗനതയോടുകൂടെ മൗനമായ ദിവസങ്ങളിൽ നമുക്ക് പ്രിയമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥന. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ഗായക സംഘം രണ്ടാമത്തെ ഗാനം ആരംഭിക്കും.
ക്ഷണിക്കപ്പെട്ട തോന്മക്കാരുടെ കൂടെ നിലനിൽക്കുന്ന സന്തോഷങ്ങൾക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിൽ നിലനിൽക്കുന്ന എല്ലാവരും പരിശുദ്ധമായി സ്തുതിയും സ്തോത്രവും നിരത്തുകയും ചെയ്യുമാറാകണമേ. ഓശോ അത് സ്വീകരിക്കുന്നതിന്റെ പ്രതീകമായി മണവാട്ടിയും വണങ്ങി കുരിശ് വരയ്ക്കേണ്ടത് ആവശ്യമാണ്. പ്രതിവാക്യമായി ഞങ്ങൾക്ക് ദേവ കൃപ ചെയ്യുന്നു. പിതാവും പുത്രനും
സ്നേഹിതനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സഹായം ചെയ്യണമേ. ഇരുന്നവരും ഇരിക്കുന്നവരും തലമുറയായ സ്വയംഭവും തന്റെ ബാലാകമാർ സഭാസൂത്തിൽ നിന്നാതിരിക്കും വന്ദനമടച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമില്ലാത്ത വചനം ധാരാളമായ നിലനിർത്തുന്ന നമ്മുടെ എല്ലാവരുടെ പേര് കണ്ട ചെയ്ത് തന്റെ അടുക്കലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹോന്നതനും മണവാളന്മാർക്ക് മണവാട്ടികൾക്ക് സന്തോഷം കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവരുമായ തന്റെ ശ്രേഷ്ഠത്വ സ്തുതി തന്റെ അടിയാലും വീണ്ടപ്പാട് സൂക്ഷ്മമാക്കപ്പെടുന്ന നമ്മുടെ ആയുഷ്കാലം മുഴുവൻ സ്ത്രീ ബഹുമാനം വന്ദനയോഗ്യമായിരിക്കുന്നു. ആയിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും തന്നെ. നിന്റെ കരുണയുടെ നിന്റെ ദയയുടെ ചിറകിൻ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നതിനുമായി നിന്റെ അടിയാരെ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല വാക്കുകളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നിസ്സുഖത്തോട് രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാൻ ആത്മീയ നൽകാരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാൻ ദേവദേവികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരത്തെ നായകനാക്കുവാൻ ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സന്തതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ പരാമർശത്തേക്ക് അടുത്തു വരുവാനും ശമിക്കപ്പെട്ട സാത്താന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകുവാൻ ഇവരുടെ ഹൃദയങ്ങളെ നീ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയത്തോടെ ദേഷ്യതയിലും നിന്റെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിലും താല്പര്യമുള്ളവരും ആകുവാൻ ഇവർക്ക് സന്തതിയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ഉപേക്ഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസൃതമുള്ളവരുമായി ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവരും മനുഷ്യരെ സ്നേഹിക്കുന്നവരും നീ ആകയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധവുമായി സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. രാജത്തിൽ സഭയാ നിന്നെ വാഴ്ത്തി
സ്ത്രീകളെ നമ്മുടെ കർത്താവിനോട് വളർന്നുകൊണ്ട് ഭക്തന്മാർക്ക് കൈപ്പെട്ടിരുത്തി ശരീരത്തിന്റെ രക്ഷോദ്ധാരം പുരുഷനോട് തന്നെയാകുന്നു. സഭാപ്രകാരത്തിന് ഭാര്യമാരും തങ്ങളുടെ ഭക്തന്മാർക്ക് സ്വാതന്ത്ര്യം കൈപ്പെട്ടിരിക്കണം. പുരുഷന്മാരെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും വ്യക്തികളുടെ സ്വയം സ്നേഹിക്കുകയും ജലസ്നാനത്താൽ മുതലത്തളിന് വികൃതി ഒഴിവാക്കുവാൻ മഹത്വമുള്ളതായും മാന്യവും നിറയെടുത്ത് സമമയാത്രയില്ലാതെ വിശുദ്ധയും നിർമ്മലത്തിന്റെ സഭയായി നടത്തുവാനും അതിനുവേണ്ടി തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം നമ്മുടെ ശരീരങ്ങളെ എന്ന് പറയും നമ്മുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ ജീവനുള്ള അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷയും പ്രസംഗത്തായ ജീവൻ വിശുദ്ധ ദൈവമായി ജീവന്റെ വചനമായ യേശുമിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇത് ഇപ്രകാരം സംഭവിച്ചു. വചനങ്ങളെ പറഞ്ഞതിന് ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാനിലേക്ക് യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവരുടെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലും തന്റെ ഭാര്യ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദ്യം സൃഷ്ടിച്ചവനെയാണ് വിട്ടുമായി സൃഷ്ടിച്ചുവെന്ന്. ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവർ ഇരുവരും ജഡമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകെയാളുള്ള വിശദീകരണമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർപ്പത് മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വയ്ക്കപ്പെടുന്ന നിലകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ വാഴ്ത്തപ്പെട്ട് ഗുണമാക്കപ്പെടുന്നു. Nobody
കഹന ചൂട്ടി നീതിയുള്ള കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകലശക്തിക്ക് നേരെ തോറ്റുപോകാതായി നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം
ഐശ്വര്യങ്ങളും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ ഭാവിയായ ഈശോയുടെ മകൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടകളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത്തുമാകുന്ന കണ്ണെ പോലെ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശമായി തീരട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി വാഞ്ചിയായി ബഹുദൂരത്തിൽ എത്തുന്നത് നിങ്ങളെയും നമ്മുടെ സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെ സ്തുതി കരേറ്റുകയും ചെയ്യണം. ആയിരിപ്പോൾ എല്ലായ്പ്പോഴും തന്നെ. വിശ്വാസികളെ കെട്ടപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം കൈക്കൊണ്ടിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ പരിമേൽപ്പിച്ചതുമായ പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തിയിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന് മുൻപാകെ നമ്മുടെ കർത്താവായ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെ ശ്രീപാട് മുൻപാകെ വിശുദ്ധേവൻകേരിയോന്റെ മുൻപാകെ ഈ യോഗത്തിന് മുൻപാകെ വിചാരങ്ങൾ അറിയാത്ത മുൻപാകെ അറിയുന്നതിന് മുൻപാകെ മക്കളെ നിൽക്കുന്നത് എന്നെ കല്ലിക്കൊള്ളി. ഇതാ ഇന്ന് മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം നിങ്ങൾക്കിവിടെ മധ്യസ്ഥനായിരിക്കുന്നു. ഈ വിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്റെ പേരും മണവാളന്റെ പേരും മണവാട്ടിയുടെ മേലും വിരുന്നിനാ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരുടെ പേരും ക്ഷണിക്കുന്നവരുടെ പേരും ഒന്ന് ആവർത്തിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യമാരുടെ ന്യായമാകുന്നു. ഓരോരുത്തരും സൂക്ഷിച്ചുകൊള്ളണമെന്നുള്ള കൽപ്പന നിങ്ങളോട് എല്ലാവരും ആകുന്നു എന്നറിഞ്ഞോടും. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ ചാർച്ചക്കാരെ വിട്ടുവരുന്നു ഇവരുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയോളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർദ്ധിക്കണം. അവൻ വസ്ത്ര
വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവനോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാവണം. അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യണം ന്യായമാവുന്നല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും പദവിയും അത്രേ. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര താല്പര്യമുണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയമാക്കുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിൽ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കും. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളിയാരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് എന്നിവയിൽ നിങ്ങൾ ദൈവത്തിന്റെ വിചാരകർ എന്ന് മനസ്സിലാക്കി വരുമാനത്തിന്റെ ഒരംശമോ അതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വിലക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയും നീതിബോധത്തിനും സഭാസ്നേഹത്തിനും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും വലിയ ആശീർവാദം. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷകളോടുകൂടി ഒരുങ്ങി വന്ന സംബന്ധിച്ചപ്പോൾ നിങ്ങളെല്ലാവരെയും ദൈവമായ ഭാവനയെ ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവം ബലഹീനതയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സഭാസിൽവാഗ്യം കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ വിവാഹയുടെ പൂർത്തീകരിക്കപ്പെട്ടു. ഈ ശുശ്രൂഷകരികമായ ബോധം നൽകിയ ഫെബ്രുവരിയുടെ മുൻ വികാരി ബഹുമാനായ KKP-യുടെ പ്രിയപ്പെട്ട വൈദ്യശാമയൻ ഇത് സംബന്ധിച്ച എല്ലാവരോടും ഗായക സംഘാംഗങ്ങളോടും പ്രത്യേകമായിട്ട് നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ മാനേജന്റെ റിസപ്ഷൻ ഇവിടെ അടുത്തുള്ള YMC ഹോളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിലൂടെ ഒരു പങ്കെടുത്തിട്ട് പോകാവൂ എന്ന് അറിയിക്കുന്നു. ഇപ്പോൾ മണവാട്ടിയും സ്തോത്ര കാഴ്ച അർപ്പിക്കുന്നു. വിവാഹ രജിസ്റ്ററിൽ
സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. Please give a big round of applause to the bride and groom. Thank you so much. ഏവർക്കും സീറ്റുകളിലേക്ക് കടന്നിരിക്കാവുന്നതായിരുന്നു. Congratulations Nevin Benny and Bensy Babu. ഓക്കെ, അവരുടെ ലൈഫിലെ വളരെ സ്പെഷ്യൽ ആയിട്ടൊരു മൊമെന്റ് ആണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏവരും സാക്ഷികളാകാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. സോ നമ്മളുടെ ഏവരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളോടും ആശംസകളോടും കൂടി നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം. It's time for the formal introduction of our bride and groom. So firstly I would like to introduce the groom, Nevin Benny. Mr. Benny Mondi, Mrs. മിനി ബെന്നിയുടെ മകനാണ് നെവിൻ ബെന്നി. അദ്ദേഹം എയർലൈൻസ് ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റിൽ BBA ഗ്രാജുവേറ്റ് ആകുന്നു. ആൻഡ് ഓൾസോ ഈസ് വർക്കിംഗ് ആസ് എ കസ്റ്റമർ സർവീസ് സൂപ്പർവൈസർ ഇൻ എയർ ഇന്ത്യ എയർലൈൻസ്. Then moving to our bride, Rinsi Babu. Mr. ബാബു വർഗീസിന്റെയും മിസ്സസ് ബേബിക്കുട്ടി ബാബുവിന്റെയും മകളാണ്. She has done her MCom and BEd and also അൽഫോൻസ ഹൈസ്കൂളിൽ അധ്യാപികയായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഇന്നത്തെ ഈ ദിവസം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളാകുന്നു. ഏറെ ബഹുമാനത്തോടും ആദരവോടും കൂടി നെവിന്റെ പാരന്റ്സിനെയും റിൻസിയുടെ പാരന്റ്സിനെയും നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. മിസ്റ്റർ ബെന്നിമോൻ ആൻഡ് മിസ്സസ് മിനി ബെന്നി and also Mr. Babu Verghese and Mrs. Bebikutti Babu, please come to the stage. Mr. Babu Verghese and Mrs. Bebikutti Babu, please come to the stage. Bride and sister Bensy and family, please come to the stage. For the official ceremony, let me welcome Reverend Father Alex P. John, Vicar of Kundra Shalem Marthoma Church, to the stage. തുടർന്നുള്ള ചടങ്ങുകൾക്കായി വൈദിക ശ്രേഷ്ഠനെ ഏറെ ബഹുമാനത്തോടുകൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, മനോഹരമായിട്ടുള്ള ഈ ദിവസത്തിൻ്റെ ധന്യമായ നിമിഷങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട നെവിനും ഋഷിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ ജനനം മുതൽ ഇന്നുവരെയും ദൈവം തമ്പുരാന്റെ കരുണ, കരുതൽ, സ്നേഹം അനുഭവിപ്പാൻ അവർക്കിടയാക്കി. ഇന്ന് ദൈവിക പ്രകാരം കുടുംബ ജീവിതത്തിലേക്ക് വിശുദ്ധ വിവാഹ കുദാശയിലൂടെ അവർക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം കരുണ കാണിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ശുശ്രൂഷയിലൊക്കെ വ്യാപരിച്ച ദൈവങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇരു കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യവും അനുഗ്രഹമാക്കി തീർക്കണം. ഇന്ന് ഈ വിവാഹ വിരുന്നിൽ സംബന്ധിക്കുന്ന എല്ലാ നിന്റെ പ്രിയ മക്കൾക്കായിട്ടും സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണപാനീയങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഭക്ഷിച്ച് ബലപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ വശിയാ മൂലം ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. താങ്ക് യു. അടുത്തതായി വധൂവരന്മാർക്ക് ജ്യൂസ് നൽകുവാനായി നെവിന്റെ അമ്മേനെയും റിൻസിയുടെ അമ്മേനെയും ക്ഷണിച്ചുകൊണ്ടുവന്നു. Congratulations and celebration. തിരി തെളിയിക്കുന്നതിനായി വധൂവരന്മാരെ സ്വാഗതം ചെയ്യുന്നു. Congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and content?
I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation, I want the world to know I'm happy as can be. I was afraid to think that you thought you were above me, that I was only fooling myself to think you loved me. But since tonight you said you wouldn't live without me. Thank you so much. കേക്ക് കട്ട് ചെയ്യുന്നതിനായി നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റീസ് ആയിരിക്കുന്ന നെവിനെയും റിൻസിയും ക്ഷണിച്ചു കൊള്ളുന്നു. And celebrations when I tell everyone that you're in love with me. Congratulations and jubilation, I want the world to know I'm happy as can be. സാക്ഷ്യം വഹിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും ഫാമിലിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. Do you love the rain? Does it make you dance when you jump with your friends at a party? What's your favorite song? Does it make you smile? Do you think of me? When you close your eyes, tell me what are you dreaming? Everything I wanna know it all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweetheart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. വീട്ടുകാരുടെ കലാപരിപാടികളാണ്. Thank you, thank you. पहली नजर में कैसे जादू कर दिया, तेरा बन बैठा है मेरा जिया. जाने क्या होगा क्या पता, इस पल को मिलके आज ही ले जरा. मैं हूँ यहाँ, तू है यहाँ, मेरी बाहों में आ भी जा. ओ जाने जा, दोनों जा, मेरी बाहों में आ भूल जा. ओ जाने जा, दोनों जा, मेरी बाहों में आ भूल जा. Baby, I love you. Baby, I love you. Baby, I love you so much. Baby, I love you. मैं डालूं डाल पे भंडारो, तू भी डाले, चले रंग डाले, हमके बने सभी मत वाले. बड़ी सॉलिड हस्ती चाहिए. हेलो हेलो, तुम मुझे लगाए येलो येलो, कंट्रोल करो रे भाई.
Did you get your middle name from your grandma? When you think about you forever now, do you think of me? When you close your eyes, tell me what are you dreaming? Everything I wanna know it all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweetheart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. I'm gonna love you. ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ഇതുവരെ ഇല്ലാത്ത ഒരു കുടുംബം കൂടി സംജാതമായി ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ നെവിൻ അലൻസി, ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. നെവിൻ എൻ്റെ വൈഫിൻ്റെ ഇപ്പാപ്പൻ്റെ മോൻ്റെ മകനാണ്, ബെന്നിയുടെ മകനാണ്. പ്രിയ മകൾ എൻ്റെ വൈഫിൻ്റെ ഇളയ അമ്മാവിയുടെ അനുജത്തിയുടെ മകളാണ്. ഞങ്ങൾ പൂനെയിലായിരുന്നപ്പോൾ അടുത്ത് ബന്ധപ്പെടുവാനിടയായി. എന്നാൽ പ്രിയ കുഞ്ഞുങ്ങളുടെ ദുറാത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ഇന്ന് എല്ലാ കാര്യങ്ങളും അനുഗ്രഹമാക്കി തീർത്തുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൽ എല്ലാം മാറിപ്പോയാലും മാറിപ്പോകാൻ ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ഇതാണ് ദൈവം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നത്. ഇത് നിങ്ങൾ വായിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെയും ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ കുണ്ട്ര സംഘത്തിൻ്റെ പേരിലുള്ള എല്ലാവിധമായ ആശംസകളും പ്രിയ കുഞ്ഞുങ്ങൾക്ക് നേരുന്നു. ഗോഡ് ബ്ലെസ് യു. Touch me in the pouring rain, and the moment that you wander far from me, I wanna feel you in my arms again. And you come to me on a summer breeze, keep me warm in your love, then you softly leave, and it's me you need to show. How deep is your love? Is your love how deep is your love? I really need to learn, 'cause we're living in a world of fools, breaking us down when they all should let us be. We belong to you and me. 9, she's got 9 fancy pillows on our bed, and
We've got towels, she won't let anyone get wet. No, I don't get her. Cry, she always cries happy endings on TV. She even cries at some commercials in between. No, I don't get her. She's about as clear to me as a mystery. She's got a closet full of nothing to wear, so many shoes she needs another pair. And when she gets to talking, Lord, you just can't stop her. She's everything I didn't know I needed, the perfect fit, the missing piece I might not get her. Thank God I got her. She says that she's just fine, that's when she's not. She's still right, and we both know that she's dead wrong. No, I don't get her, but I smile, 'cause I can see forever in those big brown eyes. You know she could have had a million other guys, but somehow I got her. She's got a closet full of nothing to wear, so many shoes she needs another pair. And when she gets to talking, Lord, you just can't stop her. She's everything I didn't know I needed, the perfect fit, the missing piece I might not get her. But thank God I got her, even when I don't understand. She's making me a better man. She's got a way of changing everything, just her touch and just her kiss. And I don't know what I'd do if I ever lost her. She's everything I didn't know I needed, the perfect fit, the missing piece I might not get her. But you know I want her, I might not get her. God, I got her. ദേവാസന്നാഗമോടെ സ്തുതി പാടിടുന്നേനുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ മധ്യാഹ്നം കഴിഞ്ഞ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 2-3 പേര് കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവരുടെ സാന്നിധ്യമുള്ള കർത്താവേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ നന്മകളെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് പ്രിയ കർത്താവേ, നെവിൻ്റെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ കരുതൽ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ദൈവമേ, കാനാവിലെ കല്യാണത്തിൽ ഇറങ്ങി വന്ന് പോരായ്മകളെ നികത്തിയ കർത്താവ് എല്ലാ പോരായ്മകളും നികത്തിയതുകൊണ്ട് ഞങ്ങളുടെ കർത്താവിനോട് നന്ദി പറയുകയാണ്. അവരുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ, അവർ പോകുന്നിടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ കരുതലും സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അവന് കർത്താവെ വളരെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് തിരുവനന്തപുരം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. പ്രിയ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിട്ട് അവരുടെ പേരൻസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബന്ധക്കാർ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. തലമുറയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം അവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ കർത്താവെ അവരുടെ കൂടെ നിന്ന് കർത്താവിൻ്റെ കരം പിടിച്ചവരെ നടത്തണം. എല്ലാ നിലകളിലും ഞങ്ങളെ മാനിക്കും. പൂനെ നിന്ന് കടന്ന പ്രിയപ്പെട്ടവർക്കായി സ്തുതിക്കുന്നു. ഇവിടെയുള്ള മാതാപിതാക്കൾക്കായി സ്തോത്രം, സഹോദരങ്ങൾക്കായി സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളെ വീണ്ടും അവിടുന്ന് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവം നന്മയ്ക്കായി ചെയ്യും. വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. മാനവും മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. Just her touch and just her kiss.
And I don't know what I'd do if I ever lost her. She's everything I didn't know I needed, the perfect fit, the missing piece. I might not get her, but you know I want her. I might not get her. Thank God I got her. Thank God I got her. 9, yeah, she's got 9 fancy pillows on our bed, but thank God I got her. We set out at the first light, we lit up with the sunrise, gets my heartbeat running wild when you're here by my side. And we'll dream out loud, take our chance, take it now.